ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമുക്കൊരു യോക്ക് പ്ലീറ്റഡ് കുർത്തി ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു പഴയ സാരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കൂടെ ലൈനിങ്ങും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ യോക്കിൻ്റെ പോർഷനിൽ പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലാണ് കൊടുക്കുന്നത്. താഴത്തേക്ക് പ്ലീറ്റഡ് ആയിട്ട് വരുമ്പോഴാണ് ഈ ഒരു സാരീൻ്റെ മെറ്റീരിയൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ യോക്ക് പോർഷൻ ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ XL to XXL സൈസ് വരെയുള്ളവർക്ക് വിയർ ചെയ്യാൻ പറ്റിയ സൈസാണ് കാണിക്കുന്നത്. അപ്പോൾ മുകളിൽ ഞാൻ ഇതുപോലൊരു മാർക്കിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ നിന്നും നമുക്ക് വേണ്ട ഷോൾഡറിൻ്റെ ഹാഫാണ് ഫസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 7 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി താഴത്തേക്ക് വരുമ്പോൾ 7 ഇഞ്ച് ഷോൾഡറിൻ്റെ ലെങ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ട് പീസാണ് കേട്ടോ. ഫ്രണ്ടാണ് നമ്മളിതുപോലെ യോക്ക് കൊടുക്കുന്നത്. ബാക്ക് A ലൈനായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടാക്കിയാണ് കേട്ടോ ഫോൾഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് XL മുതൽ XXL വരെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു സൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 12 ഇഞ്ച് സീം അലവൻസ് ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രണ്ട് പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആം ഹോൾ വേണ്ടത് കോർണറിൽ നിന്നും 1.25 ഇഞ്ച് ആണ് ആം ഹോൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ ഇതുപോലെ മാർക്കിങ് കൊടുത്തു. ഇനി നമുക്ക് വേണ്ട ലെങ്ത് ആണേ. അപ്പോൾ ഇവിടെ ബസ്റ്റ് പോയിൻ്റ് വരെയാണ് നമ്മൾ ഈ ഒരു യോക്ക് പീസ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 10.5 ഇഞ്ചാണ് നമുക്ക് ബോഡിയിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. കൂടെ 1 ഇഞ്ച് സീം അലവൻസും ചേർത്ത് 11.5 ഇഞ്ചാണ് കേട്ടോ ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 11.5 ഇഞ്ചിൻ്റെ വിഡ്ത്ത് ഒരു 11 ഇഞ്ചോളം കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇനി നമുക്കിതിലേക്കുള്ള നെക്കും കൂടി മാർക്ക് ചെയ്യാം കേട്ടോ. 3 ഇഞ്ചാണ് നെക്കിൻ്റെ അകലം കൊടുക്കുന്നത്. നെക്കിൻ്റെ ഇറക്കം 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ടേ. ഒരു ഓവൽ ഷേപ്പിലുള്ള നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്യാൻവാസ് വെച്ച് തയ്ക്കാതെ മറിച്ചടിക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3.25 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് വരുമേ. അപ്പോൾ യോക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫ്രണ്ടിൻ്റെ താഴത്തെ പോർഷൻ നോക്കാം. അപ്പോൾ ലൈനിങ് ഇതേ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് മെയിൻ ഫാബ്രിക് വരുന്നത്. മെയിൻ ഫാബ്രിക്കിൻ്റെ ലെങ്ത് എടുക്കുന്നത് ടോട്ടൽ 44 ഇഞ്ച് വേണം കേട്ടോ. അപ്പം 10.5 ഇഞ്ച് നമ്മൾ യോക്കിന് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി 35 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് നമ്മളൊന്ന് പിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സാരിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണോ നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള പ്ലീറ്റ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ യോക്ക് പീസസ് ഇതുപോലെ വെച്ചിട്ട് പ്ലീറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് താഴെയും പിന്നു കുത്തി കൊടുക്കുക. ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ അയൺ ചെയ്തെടുക്കണം. എന്നാൽ മാത്രമാണ് ഈ ഒരു പ്ലീറ്റ് ഇതുപോലെ തന്നെ കിടക്കത്തുള്ളൂ. ഇതിൻ്റെ അടിയിലായിട്ട് ലൈനിങ്ങും കൂടി വെച്ച് കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ ബാക്ക് പീസ് നമുക്ക് A ലൈനായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ബാക്ക് പീസ് ചെയ്യാം. 2 ക്ലോത്തും കൂടി ഇതുപോലെ നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക. എന്നിട്ട് നെക്ക് ഫിനിഷ് ചെയ്ത ശേഷം നമ്മൾ നല്ല വശത്തേക്ക് ഇട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ്ങിലും ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും തയ്യൽ തുമ്പ് ഉള്ളിലായി നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ കുത്തിയിട്ടുള്ള പിന്നുകളെല്ലാം തന്നെ ഒന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ അയൺ ചെയ്തെടുത്തതുകൊണ്ട് തന്നെ ആ പ്ലീറ്റ്സ് അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഡോട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ആ പ്ലീറ്റ്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ബാക്ക് പോർഷൻ നോക്കാം. അപ്പോൾ ബാക്ക് പോർഷൻ A ലൈനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വേണ്ട ലെങ്ത്തിനനുസരിച്ച് A ലൈനായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നെക്ക് U നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു സ്ലീവും കൂടി കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഫൈനലായിട്ടുള്ള ലുക്ക് വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഷിഫോണിൽ ചെയ്യാനാണ് കേട്ടോ ഈ ഒരു മോഡൽ നല്ല ഭംഗി ഉണ്ടാവുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.